നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി. അതിൽ ഓണപരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാഠങ്ങളും നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിൽ ഓണപരീക്ഷയ്ക്ക് വരാവുന്ന കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. 1 മുതൽ 5 വരെയാണ് ചോദ്യങ്ങൾ. അതിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാകും. ഒരു ഉത്തരത്തിന് 1 മാർക്കാണ് ലഭിക്കുക. 1. എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം. ഇത് ആരുടെ വാക്കുകളാണ്? സോക്രട്ടീസ്, ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസിന്റെ വാക്കുകൾ. 2. മലയാളക്കരയിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും. ഏത് കാഴ്ച കണ്ടപ്പോഴാണ് എസ്.കെ. പൊറ്റക്കാടിന് അപ്രകാരം തോന്നിയത്? പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ. 3. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഞാൻ 4 വാക്കുകൾ തന്നിട്ടുണ്ട്. നോക്കാം അതൊക്കെ ഏതൊക്കെയാണെന്ന്. മണൽ കൂന, മണൽ കൂന അങ്ങനെ രണ്ടാക്കുന്നു. മണൽ പരപ്പ്, മണൽ പരപ്പ് അങ്ങനെ 2 വാക്കുകൾ. ഒട്ടകക്കൂട്ടങ്ങൾ, അത് നമ്മൾ ഒട്ടകം കൂട്ടങ്ങൾ, ഒട്ടക കൂട്ടങ്ങൾ എന്ന് 2 വാക്കുകളാക്കുന്നു. 4ാമതായിട്ട് നാളെ ഒരാൾ, അത് നാളെ എന്നും ഒരാൾ എന്നും ആക്കുന്നു. ഇങ്ങനെയാണ് ഇത്. മണൽ കൂന, മണൽ പരപ്പ്, ഒട്ടക കൂട്ടങ്ങൾ, നാളെ ഒരാൾ. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് നാളെ ഒരാൾ എന്നതാണ്. നാളെ ഒരാൾ. ബാക്കി 3ഉം ദ്വിത്വസന്ധിയാണ്, അതായത് ചേർത്തെഴുതുമ്പോൾ അക്ഷരം ഇരട്ടിക്കുന്നു. എന്നാൽ നാളെ ഒരാൾ എന്നത് ആഗമസന്ധിയാണ്, പുതിയൊരു വർണ്ണം വന്നു ചേരുകയാണ്. 4. പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ എന്ന് തന്നിരിക്കുന്നു. ഇതില് പ്രാചീനം, അർവാചീനം ഇതിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. പ്രാചീനം എന്നാൽ പഴയത്, അർവാചീനം എന്നാൽ പുതിയത്. 5. കലാഭവനം ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? സുപ്രസിദ്ധ കലാകാരനായ നന്ദലാൽ ബോസിന്റെ കീഴിലാണ് കലാഭവനം പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ 5 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എളുപ്പമുള്ള 4 എണ്ണത്തിന്റെ ഉത്തരം എഴുതുക. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇത് 2ഓ 3ഓ വാക്യത്തിലാണ് ഉത്തരം എഴുതേണ്ടത്. 3 ചോദ്യം തരും, 2 എണ്ണത്തിന് എഴുതിയാൽ മതിയാകും. 2 മാർക്കാണ് ഒരു ഉത്തരത്തിന്. 6ാമത്തെ ചോദ്യമായിട്ട് നമുക്ക് നോക്കാം. അപ്പൂപ്പൻ താടി സ്മാരകമായി മാറുന്നത് എങ്ങനെ? അപ്പൂപ്പൻ താടി, അതിന് ചിറകുകളില്ല, ദേശാന്തരം ചെയ്യാനും സാധിക്കില്ല, സ്വന്തമായ ആകാശമില്ല. എന്നാലും ആ പാവം അപ്പൂപ്പൻ താടി തൻ്റെ വിത്തിനെ മാറോടടുക്കി പിടിച്ചുകൊണ്ട് പറക്കുകയാണ്. അങ്ങനെ പറക്കുന്ന അവസരത്തിൽ അത് എവിടെയെങ്കിലും വീഴുന്നു. വീഴുന്ന സ്ഥലത്ത് ആ വിത്ത് മുളയ്ക്കുന്നു. വിത്ത് കാലക്രമത്തിൽ ഒരു വലിയ മരമായി മാറുന്നു. ആ മരം, അതാണ് സ്മാരകം. അപ്പോൾ അപ്പൂപ്പൻ താടിയാൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സ്മാരകം തന്നെയാണ് അത്. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കുക. നമുക്ക് ഒരു വാക്യം തന്നിട്ടുണ്ടാവും, അതിനെ നമ്മൾ അർത്ഥത്തിന് വ്യത്യാസം വരുത്താതെ 2 വാക്യമാക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചില ചെറിയ പദങ്ങളൊക്കെ അതിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ അല്ലാതെയും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് വരും. ഞാനിവിടെ വായിക്കാം. പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിന്തകളുടെ മാതൃകകൾ കാണിക്കുവാൻ വിശ്രുത ചിന്തകന്മാരുടെ പ്രധാന ചിത്രങ്ങൾ ചുമരുകളിൽ തൂക്കിയിട്ടിരിക്കുന്നതിന് പുറമെ
ഒരു പ്രത്യേക ചിത്രകലാ പ്രദർശന മുറിയുമുണ്ട്. ഒറ്റ വാക്യമാണ്. ഇത് നമ്മൾ രണ്ടാക്കണം. നോക്കൂ. പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ കാണിക്കുവാൻ വിശ്രുത ചിന്തകന്മാരുടെ പ്രധാന ചിത്രങ്ങൾ ചുമരുകളിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഒരു വാചകമായി. കൂടാതെ നമ്മളിവിടെ ചേർക്കുകയാണ്. കൂടാതെ ഒരു പ്രത്യേക ചിത്രകലാ പ്രദർശന മുറിയുമുണ്ട്. ഇപ്പോൾ ആ ഒറ്റവാക്യത്തിനെ നമ്മൾ രണ്ടാക്കിയല്ലോ. ഇതുപോലെ തരുന്ന വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യണം. നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആകെ തിരക്കിട്ടകത്തേക്ക് പോകയാണ് ആയാസമില്ല ചുമട്ടുകാരി. കഠിനാധ്വാനിയായ ഒരു ചുമട്ടുകാരിയുടെ ചിത്രം ഇവിടെ കാണാം. വിശദമാക്കുക. വംശം എന്ന കവിതയിലെ 2 വരികളാണിത്. ഒരു ചുമട്ടുകാരി പകലന്തിയോളം ചുമടെടുക്കുന്നു. അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ അധ്വാനിക്കുന്നത്. ആ ചുമട്ടുകാരിയുടെ അധ്വാനം പോലെയാണ് ഇവിടെ ഉറുമ്പിന്റെ പ്രവൃത്തി. അടുക്കള പാതകത്തിൽ നിന്നും തനിക്ക് ലഭിച്ച ആ ചെറിയ തേങ്ങാത്തരി അത് തന്റെ കൊമ്പുകളിൽ കൊരുത്ത് തന്റെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ തന്റെ സഹോദരന്മാർക്കൊപ്പം ഇരുന്ന് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചുമക്കുന്നത്. ഇവിടെ ചുമട്ടുകാരിയെ പോലെ നല്ലൊരു അധ്വാനശീല തന്നെയാണ് ഉറുമ്പ് എന്ന് നമുക്ക് കാണാം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഇവിടെ നമുക്ക് 5 ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. അത് 4 ചോദ്യത്തിന്റെ ഉത്തരം എഴുതിയാൽ മതിയാകും. അര പേജിൽ കവിയാതെ വേണം നമ്മളത് എഴുതാൻ. ഓരോ ഉത്തരത്തിനും 4 മാർക്ക് കിട്ടും നിങ്ങൾക്ക്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ ഒരു വിനീത ശ്രമമായി കാണണം. കവി ഇങ്ങനെ പറയാൻ കാരണമെന്ത്? അപ്പൂപ്പൻ താടി, അതിന് ചിറകുകളില്ല. അതിന് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ദൂരേക്ക് പറക്കാനും സാധിക്കുകയില്ല. അതിന് സ്വന്തമായി ആകാശമില്ല. എന്നിട്ടും അപ്പൂപ്പൻ താടി പറക്കുകയാണ്. വെറുതെ പറക്കുകയല്ല, അതിൻ്റെ വിത്തിനെ നെഞ്ചോടടുക്കി പിടിച്ചുകൊണ്ട് അത് പറക്കുകയാണ്. എന്നാൽ ഒരു പക്ഷിക്ക് ചിറകുകളുണ്ട്. അതിന് എത്ര ദൂരേക്ക് വേണമെങ്കിലും പറക്കാൻ സാധിക്കും. അതിന് ആകാശമാർഗേണ പറക്കാം. ഇവിടെ ഈ പക്ഷിക്കുള്ള കഴിവുകൾ ഒന്നും ഇല്ലാതിരുന്നിട്ടും അപ്പൂപ്പൻ താടി തൻ്റെ വിത്തിനെയും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പറക്കുകയാണ്. അങ്ങനെയുള്ള പറക്കലിനെ തീർച്ചയായിട്ടും വിനീതമായ ഒരു ശ്രമമായിട്ട് കാണണം. അതൊരു ശ്രമമാണ്. ഏതൊരു സമയത്തും താഴെ വീഴാം. എന്നാലും അപ്പൂപ്പൻ താടി അതൊന്നും പരിഗണിക്കാതെ തൻ്റെ ശ്രമം തുടരുകയാണ്. അടുത്ത ചോദ്യം 10ാമത്തേത്. അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഒരു ഭീതി, ഒരു മണിയനീച്ചയെ പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ച് തുടങ്ങി. നജീബിന് ഇങ്ങനെ തോന്നാൻ കാരണമെന്ത്? നല്ലൊരു ജീവിതം ലഭിക്കുന്നതിനു വേണ്ടി തൊഴിൽ തേടി നജീബ് ഗൾഫിലെത്തുകയാണ്. വിമാനത്താവളത്തിൽ ഏറെ നേരം കാത്തിരുന്നിട്ടാണ് നജീബിനെ തേടി അർബാബ് എത്തുന്നത്. നജീബും സുഹൃത്തായ ഹക്കീമും ആ അർബാബിനോടൊപ്പം ജോലി സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നു. അർബാബിന്റെ ഒരു പഴഞ്ചൻ വണ്ടിയിൽ. അർബാബ് അവരോട് ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. വണ്ടിയുടെ പുറകിൽ മൃഗങ്ങളെ പോലെ അവരെ 2 പേരെയും അർബാബ് ഉന്തിക്കയറ്റുന്നു. നഗരവീഥികൾ പിന്നിട്ടു. പലതരം റോഡുകൾ കഴിഞ്ഞു. കൂരാകൂരിരുട്ട്. ഏതൊക്കെയോ മണൽ പ്രദേശത്തുകൂടി വണ്ടി എങ്ങനെ ഓടുമ്പോൾ അറിയാതെ നജീബ് ചിന്തിക്കുകയാണ്. താൻ സ്വപ്നം കണ്ട ഗൾഫ് ഇതല്ല. തൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ട ഗൾഫ് ഇങ്ങനെയല്ല. താൻ ഏതോ ആപത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നും ചിന്തിക്കുന്നു. അപ്പോഴാണ് ഒരു മണിയനീച്ചയെ പോലെ
മനസ്സ് വലം വയ്ക്കാൻ തുടങ്ങിയത്. മണിയനീച്ച അതിൻ്റെ അരോചകമായ ശബ്ദം നമുക്ക് ഒട്ടും തന്നെ പറ്റുകയില്ല. കൂടാതെ അത് നമ്മെ നമ്മുടെ ചുറ്റും പറന്നു നടക്കുകയും നമ്മളെ സ്പർശിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതുമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ജീവിതത്തെ സുന്ദരമാക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം നൈപുണികളാണ് ഉറുമ്പിൽ കവി കാണുന്നത്? ഉറുമ്പിന്റെ ജീവിതം, അതാണ് വംശം എന്ന കവിതയിലൂടെ കവയിത്രി ആവിഷ്കരിക്കുന്നത്. ഒരു ചെറിയ തേങ്ങാത്തരി ഉറുമ്പിന് കിട്ടുമ്പോൾ നന്നേ വിശപ്പുണ്ടായിട്ടും അത് ഭക്ഷിക്കാതെ തൻ്റെ കൊമ്പുകളിൽ കൊരുത്ത് തൻ്റെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ആ ഉറുമ്പ്. അവിടെ തൻ്റെ സഹോദരന്മാർക്കൊപ്പം ഇരുന്ന് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊണ്ടുപോകുന്നത്. ഉറുമ്പിൻ്റെ ആ സ്നേഹം, സ്വാർത്ഥതയില്ലായ്മ, ഇതൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത്. കൂടാതെ നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ജീവി കൂടിയാണ് ഉറുമ്പ്. അതിന് കിട്ടുന്ന ആഹാര വസ്തുക്കൾ പലപ്പോഴും അത് ചുമന്നു കൊണ്ടുപോയി തൻ്റെ താമസ സ്ഥലത്ത് വയ്ക്കും. നല്ല പേമഴക്കാലമാകുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉറുമ്പ് ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്നത്. ഉറുമ്പിൻ്റെ ആ ജീവിത രീതി ജീവിതത്തെ ഏറ്റവും സുന്ദരമാക്കാൻ സഹായിക്കുന്നതാണ് എന്ന് കവയിത്രി പറയുന്നു. സ്വാർത്ഥതയില്ലായ്മയും ഭക്ഷണം ശേഖരിച്ചു വയ്ക്കലും ഒക്കെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഉറുമ്പിന്റെ ജീവിതത്തെ നമ്മൾ മാതൃകയാക്കണമെന്നും കവയിത്രി കവിതയിൽ പറയുന്നുണ്ട്. അടുത്ത ചോദ്യം 12ാമത്തേത്. പേമഴക്കാലത്ത് സാധുവാം ഈ തരി സോദരർക്കൊത്ത സ്വദിക്കനല്ലോ. വിജയലക്ഷ്മി എഴുതിയ വംശം എന്ന കവിതയിലെ 2 വരികൾ. പദാർത്ഥനിരതൻ പ്രകൃതിജഭാവം പരസ്പരാകർഷം പ്രാണികുലത്തിൻ പരമാത്മഗുണം പരസ്പര പ്രേമം. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പ്രേമസംഗീതത്തിലെ 2 വരികൾ. ഈ 2 കാവ്യഭാഗങ്ങളിലെയും ജീവിത ദർശനത്തെ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 കവിതകളിലെയും ആശയം ഒന്നു തന്നെയാണ്. വംശം എന്ന കവിതയിൽ വിജയലക്ഷ്മി ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരു ഉറുമ്പ് അതിന് കിട്ടുന്ന ആഹാര സാധനം സ്വയം ഭക്ഷിക്കാതെ തൻ്റെ താമസ സ്ഥലത്ത് കൊണ്ടുപോയി തൻ്റെ സഹോദരർക്കൊപ്പം ഇരുന്ന് കഴിക്കാൻ ചുമന്നുകൊണ്ടു പോകുന്നതാണ്. അതായത് സ്വാർത്ഥത കൈവെടിഞ്ഞ് എല്ലാവർക്കും തുല്യമായി വീതിച്ച് കഴിക്കുക എന്ന തത്വമാണ് ഉറുമ്പിൽ ഇവിടെ കാണുന്നത്. ഉള്ളൂർ പറയുന്നതും അതേ ആശയം തന്നെ. പ്രകൃതിയിലെ ഭാവം എല്ലാം ഒരേപോലെ ആകർഷിക്കപ്പെടുന്നതാണ്. ഭൂമിയിലുള്ള എല്ലാ ജീവികളും അവയിൽ കാണുന്ന പ്രധാന ഗുണം പരസ്പര പ്രേമമാണെന്ന് പറയുന്നു. പരസ്പരം പ്രേമിക്കുക, പരസ്പരം സ്നേഹിക്കുക, ഒത്തൊരുമയോടെ ജീവിക്കുക. ഇതാണ് ഉള്ളൂരിന്റെ കവിതയുടെ ആശയം. 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ബംഗാളിലെ കാഴ്ചകൾ സ്വന്തം നാടിനെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തുക. എസ് കെ പൊറ്റക്കാട് ശാന്തിനികേതനം സന്ദർശിക്കുന്ന അവസരത്തിൽ ബംഗാളിൽ എത്തുമ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്. ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിന്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നുണ്ട്. കേരളത്തെ കൂടുതൽ കോമളമാക്കി തീർക്കുന്ന ഇടതിങ്ങിയ തെങ്ങിൻ തോപ്പുകളുടെ പച്ചവർണ്ണ പകിട്ടോ ചിന്നിക്കിടക്കുന്ന കുന്നിൻ നിരകളുടെ പശ്ചാത്തലങ്ങളോ ഇല്ലെങ്കിലും അങ്ങിങ്ങായി കാണുന്ന തെങ്ങുകളും താലവൃക്ഷങ്ങളും തല ഉയർത്തി നിൽക്കുന്ന പറമ്പുകൾ, മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ, വാഴത്തോട്ടങ്ങൾ, പച്ചക്കറി വളപ്പുകൾ, ആൽത്തറകൾ, ആമ്പൽ കുളങ്ങൾ ഇവയൊക്കെ ഭംഗിയിൽ നിരത്തിവെച്ച ഇവിടുത്തെ ചില ഗ്രാമമൂലകളിൽ വന്നു ചേരുമ്പോൾ മലയാളത്തെ താൻ ഓർക്കുകയല്ല,
മലയാളത്തെ, കേരളത്തെ കാണുക തന്നെയാണെന്ന് എസ്.കെ. പൊറ്റക്കാട് പറയുന്നു. കൂടാതെ പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ മലയാള കരയിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അടുത്ത ചോദ്യം. ഒട്ടകക്കൂട്ടങ്ങളും ആട്ടിൻ പറ്റങ്ങളും അവയെ തെളിച്ചുകൊണ്ടു പോകുന്നവരും നിഴലുകളായി മാറും. ഒരു മനോഹരമായ വർണ്ണന. കാഴ്ചകളെ ദൃശ്യാനുഭവമാക്കി മാറ്റുന്ന മറ്റ് സന്ദർഭങ്ങൾ മരുഭൂമിയുടെ ആത്മകഥ എന്ന യാത്രാക്കുറിപ്പിൽ നിന്നും കണ്ടെത്തുക. മരുഭൂമിയുടെ ആത്മകഥ. ഇത് വി മുസഫർ അഹമ്മദിന്റെ ഒരു യാത്രാനുഭവമാണ്. മരുഭൂമിയിലൂടെയുള്ള ഒരു യാത്രാനുഭവം. വളരെ മനോഹരമായ രീതിയിലാണ് അദ്ദേഹം ആ മരുഭൂമിയിലെ കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. യാത്രികൻ അനന്തമായ മണൽപ്പരപ്പിൽ ഉന്മാദിയെ പോലെ നടക്കുന്നതിനിടയിലായിരിക്കും പെട്ടെന്ന് ഇരുട്ടിന്റെ പരശ്യതം കമ്പളങ്ങൾ പുതപ്പിച്ച് സൂര്യൻ പിൻവാങ്ങുക. മരുഭൂമിയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് സൂര്യൻ അസ്തമിക്കുന്നു. നല്ല വെളിച്ചമായിരിക്കും, പക്ഷെ കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും സൂര്യൻ മറഞ്ഞിട്ട് ഇരുട്ടിന്റെ പരശ്യതം കമ്പളങ്ങൾ, ഇരുട്ടിന്റെ നൂറുകണക്കിന് പുതപ്പുകൾ നമ്മളെ പുതപ്പിച്ചിട്ട് സൂര്യൻ മടങ്ങുന്നു. അതുപോലെ അസ്തമയ രശ്മികൾ മണൽപ്പരപ്പിൽ അസംഖ്യം പതാകകൾ തീർക്കും. സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുള്ള ആ രശ്മികൾ കണ്ടാൽ മണൽപ്പരപ്പിലെ പതാകകളാണോ എന്ന് തോന്നും. ഒരു വർണ്ണന കൂടിയുണ്ട്. നിഴലുകൾ കെട്ടുപിണയുമ്പോൾ പതാകകളേന്തിയ അസംഖ്യം മനുഷ്യമുഷ്ടികൾ ഉയർന്നു വരികയാണെന്ന് തോന്നും. നിഴലുകൾ കെട്ടുപിണയുമ്പോൾ പതാകകൾ പിടിച്ച കൈമുഷ്ടികൾ ഉയർന്നു വരികയാണോ എന്ന് തോന്നും. ഇങ്ങനെ ഈ യാത്രാ വിവരണ ഭാഗത്ത് യാത്രികൻ വളരെ മനോഹരമായ ഒട്ടനവധി ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത്രയും ചോദ്യങ്ങളാണ് 4 മാർക്കിൻ്റേത്. ഇനി നമുക്ക് 15 മുതൽ 17 വരെയാണ്. 3 ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. അതിൽ 2 എണ്ണം എഴുതിയാൽ മതി. ഒരു പേജ് എഴുതണം. 6 മാർക്കാണ് ഒരു ഉത്തരത്തിന്. 15ാമത്തെ ചോദ്യം. യാത്രയുമായി ബന്ധപ്പെട്ട് സുജാത ദേവി എഴുതിയ കത്തിലെയും എസ്.കെ. പൊറ്റക്കാടിന്റെ യാത്രാ വിവരണത്തിന്റെയും രചനയിലുള്ള പ്രത്യേകതകൾ എന്ത്? നോക്കാം നമുക്ക് ഉത്തരം. സുജാത ദേവിയുടെ കാടുകളുടെ താളം തേടി എന്ന ഗ്രന്ഥം ഹിമാലയത്തിലെ വനഭൂമിയിലൂടെയുള്ള യാത്രയുടെ അനുഭവങ്ങളാണ്. പാഠഭാഗത്ത് അവതരിപ്പിക്കുന്ന കത്തിൽ യാത്ര തന്നെ എങ്ങനെയാണ് വളർത്തിയതെന്ന് സുജാത ദേവി പറയുന്നു. വ്യക്തിപരമായ യാത്രാനുഭവങ്ങളാണ് നമ്മൾ ആ കത്തിൽ കാണുന്നത്. ആ യാത്ര തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നാണ് യാത്രിക പറയുന്നത്. എന്നാൽ എസ്.കെ. പൊറ്റക്കാടിന്റെ ആ യാത്രാ വിവരണ ഭാഗത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലിയാണ് നമ്മൾ കാണുന്നത്. നമ്മളെ ശാന്തിനികേതനവും അതിന്റെ പരിസരവും പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം. വ്യക്തിപരമായ അനുഭവങ്ങളും അനുഭൂതികളും പകർന്നു തരുന്നതിനേക്കാൾ കൂടുതലായിട്ട് വിശ്വവിദ്യാലയത്തിന്റെ ഒരു പൂർണ്ണ ചിത്രം നമ്മുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അദ്ദേഹം കണ്ടതുപോലെ നമ്മളും കാണുകയാണ് ആ വിദ്യാലയം, ശാന്തിനികേതനം. നമ്മുടെ കൺമുമ്പിൽ ഒരു ചിത്രം പോലെ വിരിഞ്ഞു വരുന്ന രീതിയിലാണ് എസ്.കെ. പൊറ്റക്കാട് ആ വിവരണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഷയാണെങ്കിൽ കാവ്യാത്മകത തുളുമ്പി നിൽക്കുന്നതാണ്. സുജാത ദേവിയുടെയും എസ്.കെ. പൊറ്റക്കാടിന്റെയും യാത്രാ വിവരണത്തിന്റെ ആവിഷ്കാര രീതി സമാനതയുണ്ടെങ്കിൽ തന്നെയും കൂടുതലും വ്യത്യസ്തതയാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് അതിന്റെ ഉത്തരം. അടുത്തത് 16ാമത്തെ ചോദ്യം. നിങ്ങൾ നടത്തിയ ഒരു യാത്രാ വിവരണം തയ്യാറാക്കാൻ. നിങ്ങൾ
എന്തായാലും യാത്രകളൊക്കെ പോയിട്ടുണ്ടാകും. അത് തീർച്ച തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ സ്പർശിച്ച ഒരു യാത്ര നിങ്ങൾ ഒരു പേജിൽ വരുന്ന രീതിയിൽ അതിമനോഹരമായിട്ടൊന്ന് എഴുതണം. പിന്നെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഞാൻ പോയ ഒരു ചെറിയ യാത്ര. ഞാൻ ഒരു 8 മണിയോടെ എറണാകുളം ബോട്ട് ജെട്ടിയിലെത്തി. അവിടെ നിന്നും ഒരു ബോട്ടിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു. കായലിലൂടെയുള്ള ബോട്ട് യാത്ര അതിമനോഹരം, എൻ്റെ മനസ്സ് പറഞ്ഞു. ഇടയ്ക്ക് മറ്റു ബോട്ടുകളും മീൻ പിടിക്കാൻ പോകുന്ന വഞ്ചികളും ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, വലിയ ഭീകരനായ കപ്പലുകളും. ഇതെല്ലാം കണ്ട് ഞാൻ ഫോർട്ട് കൊച്ചിയിലെത്തി. അവിടെ എത്തി ബോട്ടിൽ നിന്നിറങ്ങിയ ഞാൻ പിന്നീട് പോയത് മട്ടാഞ്ചേരിയിലേക്കാണ്. അവിടെ ജൂതത്തെരുവിൽ ജൂതപ്പള്ളി സന്ദർശിച്ചു. അവിടെ കണ്ട കാഴ്ചകൾ എൻ്റെ മനസ്സിനെ കുറേ വർഷം പുറകിലേക്ക് നയിച്ചു. എത്രയോ ജൂതന്മാർ ആ പള്ളിയിൽ വന്ന് ആരാധന നടത്തിയിട്ടുണ്ടാകും. അവിടെയെല്ലാം ഇരുന്നിട്ടുണ്ടാകും. അവരുടെ ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഇന്ന് ഒരൊറ്റ ജൂതന്മാരും അവിടെയില്ല. എല്ലാവരും അവരുടെ സ്വന്തം നാടായ ഇസ്രായേലിലേക്ക് പോയിരിക്കുന്നു. അവിടെ അവർ പോകുന്നതിന് മുമ്പെടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോ പതിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു 200 കുട്ടികളടക്കം ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ ആ ചിത്രത്തിൽ വളരെ നേരം നോക്കി നിന്നു. ഇവരൊക്കെ ഇപ്പോൾ എവിടെയായിരിക്കാം? ഇവരിൽ ആരൊക്കെ ഇപ്പോഴുണ്ട്? ഈ കുട്ടികളൊക്കെ വലിയ ആളുകളായോ? ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം എൻ്റെ മനസ്സിൽ മുട്ടിട്ടു. ഞാൻ ആ ജൂതത്തെരുവിൽ കുറേ നേരം നടന്നു. ഒരു പഴയകാല കേരളത്തിൻ്റെ ഒരു പ്രതീതി എനിക്കവിടെ അനുഭവപ്പെട്ടു. തിരിച്ച് ഞാൻ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് പോയത്. ബീച്ചിൽ വലിയ തിരകളാണ് വന്നടിക്കുന്നത്. എനിക്ക് ബീച്ച് എന്ന ആ മണൽ പ്രദേശം ഒട്ടും തന്നെ ഇപ്പോൾ അവിടെ കാണുന്നില്ല. അതോർത്തപ്പോൾ എനിക്ക് അതിയായ വിഷമം അനുഭവപ്പെട്ടു. ബീച്ചിലെത്തി ആ മണലിലൂടെ കുറച്ചു നേരം നടക്കണമെന്നും തിരകളിലേക്ക് ഇറങ്ങിച്ചെന്ന് തിരകളോടൊപ്പം കളിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കടലിതാ കയറി വന്നിരിക്കുന്നു. കര ഇല്ല. ഇപ്പോൾ ബീച്ച് തീരെ ഇല്ലാതായ അവസ്ഥയാണ്. എങ്കിലും കടലിലേക്ക് കുറേ നേരം നോക്കി നിന്നു. ദൂരെ നിന്നും കപ്പലുകൾ വരുന്നത് കാണാമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് തൊട്ടടുത്തുകൂടെ കടന്നു പോകുന്നതും ഞാൻ കണ്ടു. ഇടയ്ക്കിടയ്ക്ക് തിരകൾ വലിയ ശക്തിയോടെ മുകളിലേക്ക് ഉയർന്നു വരികയും എൻ്റെ ശരീരത്തെ നനയിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഞാൻ തിരിച്ച് ഏകദേശം ഒരു 6 മണിയോടുകൂടി മടങ്ങുകയും ചെയ്തു. വളരെ മനോഹരമായ കുറേ നിമിഷങ്ങൾ തന്ന ഒരു യാത്രയായിരുന്നു അത്. നമ്മുടെ മനസ്സിൽ ഒരിക്കലും മറക്കാനാകാത്ത, സ്പർശിക്കുന്ന അതിമനോഹരമായ പല കാഴ്ചകളും അതോടൊപ്പം ചില നൊമ്പരങ്ങളും തന്നുകൊണ്ട് ആ യാത്ര അവസാനിച്ചു. ഇതാണ് എൻ്റെ ഒരു യാത്രാ വിവരണം. ഇതുപോലെ നിങ്ങളും ഒരു യാത്രാ വിവരണം ഒരു പേജിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുക. യാത്ര നിങ്ങൾക്ക് നൽകിയ അനുഭവങ്ങൾ, സന്തോഷങ്ങൾ, നൊമ്പരങ്ങൾ, പ്രത്യേകതകൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അടുത്തത് ഒരു ചെറിയ കവിതാഭാഗം തരും. അതിൻ്റെ ആസ്വാദനം തയ്യാറാക്കണം. ഞാൻ ആ കവിത ചൊല്ലാം. കണ്ണിൽപ്പെടാതെ പോയ കഥകളും കാഴ്ചകളും നിറഞ്ഞ കാനനപ്പച്ച മലയാളം. ഇളം മനസ്സിലെ മണ്ണടരിൽ പൂമഴയുതിർന്ന് തേൻകണമായി നിറഞ്ഞ് പൂക്കളായി വിടർന്ന മലയാളം. അറിവിന്റെ മുറ്റം തോറും അക്ഷരക്കൈ പിടിച്ച് വാക്കുകളാൽ പിച്ച നടത്തിയ നന്മ മലയാളം. പുലരി പോലെ പൂത്തുലഞ്ഞ പൂമരം പോലെ പ്രകാശം പരത്തുന്ന അമ്മ മലയാളം. ഒന്നു തൊട്ടാൽ വാക്കു പെയ്യുന്ന മുത്തണി വീണയാണെൻ്റെ പൊന്മലയാളം. ഇത്രയും വരികളാണ്. ഇത് അഖില മോഹൻ എഴുതിയ കവിതയാണ്. മലയാളം എന്നാണ് കവിതയുടെ പേര്. നമ്മൾ ഒരു കവിതയുടെ ഭാഗം തരുമ്പോൾ അതിൻ്റെ ആസ്വാദനം തയ്യാറാക്കേണ്ട സാഹചര്യത്തിൽ
ആ കവിതയുടെ പേരും കവിത എഴുതിയ ആളെയും ആദ്യം പരാമർശിക്കുക. നമുക്കിങ്ങനെ തുടങ്ങാം. അഖില മോഹൻ എഴുതിയ മലയാളം എന്ന കവിതയാണ് ഇത്. ആ കവിതയിലെ വരികളുടെ ആശയവും അർത്ഥവും നമുക്കൊന്ന് നോക്കാം. മലയാള ഭാഷയെ, അതിൻ്റെ നന്മയെ, ഭംഗിയെ ഒക്കെയാണ് ഈ കവിതയിലൂടെ കവയിത്രി പുറത്ത് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നമ്മളെ കാണിച്ചു തരുന്നത്. നമ്മൾ കാണാതെ പോയ പല കഥകളും കാഴ്ചകളും നിറഞ്ഞ കാനനപ്പച്ച നിറഞ്ഞതാണ് നമ്മുടെ മലയാളം. കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പൂമഴയുതിർത്തുകൊണ്ട് തേൻകണമായി നിറഞ്ഞ് പൂക്കളായി വിരിയുന്നതാണ് നമ്മുടെ മലയാളം. അറിവിന്റെ മുറ്റത്ത് അക്ഷരക്കൈ പിടിപ്പിച്ച് വാക്കുകൾ പറഞ്ഞുകൊടുത്ത് പിച്ച നടത്തുകയാണ് നമ്മുടെ നന്മ മലയാളം. പുലരി പോലെ പൂത്തുലഞ്ഞ് പൂമരം പോലെ പ്രകാശം പരത്തുകയാണ് അമ്മയാകുന്ന മലയാളം. ആ മലയാള ഭാഷയിൽ ഒന്ന് തൊട്ടാൽ മതി, അത് എൻ്റെ വാക്കു പെയ്യുന്ന മുത്തണി വീണയാണ് എൻ്റെ പൊന്മലയാളം. ഞാൻ ഒന്ന് തൊട്ടാൽ അപ്പോഴേക്കും അതിൽ നിന്നും ധാരാളം വാക്കുകൾ ഉതിർന്നു വീഴുന്ന ഒരു പൊൻവീണ. മലയാള ഭാഷയുടെ ആ ഒരു ശക്തി, അതിൻ്റെ ഭംഗി ഇവിടെ പറയുന്നു. നമ്മുടെ മാതൃഭാഷയാണല്ലോ മലയാളം. മാതൃഭാഷയിലൂടെ, മലയാളത്തിലൂടെ നമുക്ക് നമ്മുടെ ചിന്തകളെ, വിചാരങ്ങളെ, വികാരങ്ങളെ ഒക്കെ വളരെ മനോഹരമായിട്ട് നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതേ രീതിയിൽ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കും. മറ്റൊരു ഭാഷയിലും നമുക്കങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. മാതൃഭാഷയാണ് നമുക്ക് എപ്പോഴും ഏതിനും നമ്മുടെ ഉള്ളു തുറന്ന് നമുക്ക് പ്രകാശിപ്പിക്കാനും പറയാനും ഒക്കെ സാധിക്കുന്നത്. ആ ഭാഷയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ കവയിത്രി മലയാള ഭാഷയുടെ ആ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ആദ്യമായിട്ട് പിച്ചവെച്ച് നടത്തുന്ന, അക്ഷരം പഠിപ്പിക്കുന്ന ആ ഒരു മനോഹരമായ, ഇളം കണമായ, പൂമഴയായ, പൂക്കളായ ഒന്നാണെന്ന് വിശേഷിപ്പിക്കുന്നു. ഇതുപോലെ ഒരു ആസ്വാദനം തയ്യാറാക്കാൻ കവിതാഭാഗം തന്നാൽ നിങ്ങൾ തയ്യാറാകുമല്ലോ അല്ലെ? ഇതുപോലെ ഒരു കവിതാഭാഗം തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടാകും. ആസ്വാദനം തയ്യാറാക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അപ്പോൾ ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ കവിത നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് അതിൻ്റെ അർത്ഥവും ആശയവും അത് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ സ്വാധീനിച്ചു എന്നും എഴുതുക. ഒരു പേജോളം എഴുതണം. ഇത്രയുമാണ് ഞാൻ ഈ ചോദ്യപേപ്പറിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനിനി അടുത്ത ഒരു ക്ലാസ്സിൽ മറ്റൊരു ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് വരാം. അതുവരെ